നമസ്കാരം. ഇന്ന് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കാരണം നമ്മുടെ മാറി വന്ന CPO സിലബസിൽ പ്രധാനമായിട്ടുള്ള 3 നിയമങ്ങളാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധീനിയം. ഈ 3 നിയമങ്ങളാണ് മാറി വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ സിലബസിൽ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നിയമനങ്ങളുള്ളതും സാലറി പാക്കേജ് ഉള്ളതുമായിട്ടുള്ള പോസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വുമൺ സിവിൽ പോലീസ് ഓഫീസർ. നമ്മുടെ എക്സാം വളരെ അടുത്ത് എത്താറായി. നമ്മൾ എല്ലാവരും പകച്ചു നിൽക്കുകയാണ് എന്താണ് പുതിയ സിലബസ് എന്നും അതെങ്ങനെ പഠിക്കണമെന്നും. നിങ്ങൾ പല ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളെ നല്ല ഭംഗിയായിട്ട് ഇതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യും, പഠിപ്പിക്കും. ഓക്കെ, നമുക്ക് അധികം സംസാരിച്ച് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ സമയം കളയുന്നില്ല. എന്റെ കൂടെ നിന്ന് പഠിച്ചോളുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നു ഭാരതീയ ന്യായ സംഹിത 2023. നമുക്കറിയാം, ഈ ബില്ല് നമുക്കറിയാമല്ലോ, IPCക്ക് പകരം നിലവിൽ വന്നൊരു നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഈ നിയമ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? 2023 ഓഗസ്റ്റ് 11 അമിത്ഷാ. അപ്പോൾ 2023 ഓഗസ്റ്റ് 11 ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷാ. ആദ്യ ബില്ല് പിൻവലിക്കുകയും പിന്നെ വീണ്ടും 2023 ഡിസംബർ 12 പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഡിസംബർ 12 തന്നെ ഈ ബില്ല് പിൻവലിക്കുകയും ഡിസംബർ 12 തന്നെ പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ 2023 ഡിസംബർ 20 ഈ ബില്ല് ലോക്സഭ പാസാക്കി. 2023 ഡിസംബർ 21 രാജ്യസഭ പാസാക്കി. 2023 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. അങ്ങനെ 2024 ജൂലൈ 1 ഈ നിയമം നിലവിൽ വന്നു. അപ്പോൾ 2024 ജൂലൈ 1 ഭാരതീയ ന്യായ സംഹിത എന്ന നിയമം നിലവിൽ വന്നത്, ഇന്ത്യ ഒട്ടാകെ നിലവിൽ വന്നു. ഓക്കെ, ഈ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. BNSന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 358 വകുപ്പുകളും 20 അധ്യായങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ്? 358 വകുപ്പുകളും 20 അധ്യായങ്ങളും അടങ്ങുന്നതാണ് എന്ത്, നമ്മുടെ BNSന്റെ ഘടന എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഏകദേശം 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഏകദേശം 160 വർഷത്തിലധികം പഴക്കമുള്ള IPC ഉണ്ടല്ലോ, അതിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, ഈ നിയമത്തിന്റെ 1ാമത്തെ വകുപ്പിലേക്ക് നമുക്ക് പോകുന്നു. 1ാമത്തെ വകുപ്പ് ചുരുക്കപ്പേരും പ്രാരംഭവും പ്രയോഗക്ഷമതയും എന്നാണ്. എന്താണ് ചുരുക്കപ്പേരും പ്രാരംഭവും പ്രയോഗക്ഷമതയും? ചുരുക്കപ്പേരെന്ന് പറഞ്ഞാൽ ഈ നിയമം ചുരുക്കപ്പേരെന്ന് പറഞ്ഞാൽ ഈ നിയമത്തിന്റെ പൂർണ്ണ പേരാണ് പറയുന്നത്. എന്താണ് ഇത്? ഭാരതീയ ന്യായ സംഹിത 2023 എന്ന് അറിയപ്പെടുന്നു. എന്താണ് പ്രാരംഭം എന്ന് ചോദിച്ചാൽ ഈ നിയമം എന്ന് മുതൽ നിലവിൽ വന്നു എന്നാണ്. എന്ന് മുതലാണ്? എന്റെ കൂടെ പറയൂ. 2024 ജൂലൈ 1. പ്രയോഗക്ഷമത എന്ന് പറഞ്ഞാൽ പ്രയോഗക്ഷമത എവിടെയൊക്കെ പ്രായോഗികമാണ് അല്ലെങ്കിൽ വ്യാപ്തി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് ഇന്ത്യ ഒട്ടാകെ ഈ നിയമം പ്രാബല്യത്തിലുണ്ട്. ക്ലിയർ ആണോ? ഇന്ത്യ ഒട്ടാകെ ഈ നിയമം പ്രാബല്യത്തിലുണ്ടെന്ന് അറിയുക. ഓക്കെ, 2ാമത്തെ വകുപ്പ് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ നിർവചനങ്ങൾ എന്ന് പറയുന്നു. അതിൽ 2 clause 3 കുട്ടി എന്നാൽ എന്ത്? 2 clause 3 പറയുന്നു കുട്ടി എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ആൾ എന്നർത്ഥമാകുന്നു. 18 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ആൾ എന്നാണ് കുട്ടിയുടെ അർത്ഥം. 2 clause 4. അപ്പോൾ 2 clause 3 നമ്മൾ പഠിച്ചു. കുട്ടി എന്നാൽ എന്ത്? ഇനി 2 clause 4 കപടാനുകരണം നടത്തുക എന്നാൽ ഇതിന്റെ അർത്ഥം കൗണ്ടർ ഫെയ്റ്റ് എന്നാണ്. കൗണ്ടർ, COUNTERFEIT, കൗണ്ടർ ഫെയ്റ്റ്. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേര് വ്യാജൻ എന്നറിയുക. വ്യാജൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തിനോടുള്ള സാദൃശ്യ മുഖേന കബളിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അതുമൂലം കബളിപ്പിക്കൽ നടക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ അങ്ങനെ സദൃശമാക്കുന്ന
ഒരാൾ കപടാനുകരണം നടത്തുന്നതായി പറയപ്പെടുന്നു. അതായത് ഒരു വസ്തു കാണിച്ച് നമ്മളെ നിന്നു, അതായത് ഒരു ഒറിജിനൽ വസ്തു കാണിച്ച് നമ്മളെ എന്ത് തരുന്നു, എന്ത് അടിച്ചേൽപ്പിക്കുന്നു, മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ അതിന് സദൃശ്യമുള്ള മറ്റൊരു വസ്തു നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന വ്യക്തി നമ്മളോട് ചെയ്തിരിക്കുന്നത് എന്താണ്? കപടാനുകരണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കപടാനുകരണത്തിന്റെ അർത്ഥം എന്താണ്? ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തിനോടുള്ള സാദൃശ്യ മുഖേന കബളിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടോ അതുമൂലം കബളിപ്പിക്കൽ നടക്കുവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന ആളാണ് കപടാനുകരണം നടത്തുന്നത്. രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു കാര്യമാണോ ആ കാര്യത്തിന്റെ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ തെളിവായി നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ എന്ത് പറയും? രേഖ എന്ന് പറയും. അതെങ്ങനെയൊക്കെ ആകാം? അക്ഷരങ്ങളിലോ അക്കങ്ങളിലോ അടയാളങ്ങളോ വഴിയായി, അല്ലെങ്കിൽ അവയിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെ ഏതെങ്കിലും പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തെ അർത്ഥമാക്കുന്നു. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ്. എന്നാൽ എന്താണ്? ഏതൊരു കാര്യമാണോ ആ കാര്യത്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി, നിങ്ങൾ സെന്റൻസ് വായിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട. രേഖ എന്നാൽ ഒരു അക്കങ്ങളിലോ അടയാളങ്ങളോ വഴിയായി അല്ലെങ്കിൽ ഒന്നിലധികം മാർഗത്തിലുള്ള കോടതിയിൽ തെളിവായി നൽകാവുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് രേഖ എന്ന് പറയാം. 2:8 പറയുന്നു. ക്ലിയർ ആണോ? ഇനി ഇത് നമുക്ക് ഭാരതീയ സാക്ഷ്യ അധീനത്തിലേക്ക് പോകുമ്പോൾ അതിനകത്ത് 2D എന്നുണ്ട്. 2D അവിടെ നമ്മൾ പഠിക്കും. അവിടെയും സെയിം സെന്റൻസ് ആ പഠിക്കേണ്ട. രേഖ 2D. 2:13 സംശ്രയം എന്നാൽ എന്ത്, അല്ലെങ്കിൽ ഹാർബർ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, സംശ്രയം എന്നാൽ, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം ഞാൻ പറയാം, ആശ്രയം എന്നെടുക്കുക. ഇത് നിയമപദമാണ് സംശ്രയം അല്ലെങ്കിൽ ഹാർബർ എന്ന്. എന്നാൽ ഇതിന്റെ സിമ്പിൾ വാക്ക് ആശ്രയം. എന്താണ്? ഏതെങ്കിലും കുറ്റവാളികൾക്ക് കണ്ടോ ഒരു ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഏതെങ്കിലും മാർഗമുഖേന, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കുറ്റവാളിക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അഭയം നൽകുകയോ ആശ്രയം കൊടുക്കുകയോ സഹായം ചെയ്യുകയോ ചെയ്യുന്നതിനാണ് സംശ്രയം എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. 2:13 സംശ്രയം. മനസ്സിലായ കുട്ടികളെ? മനസ്സിലായി. അടുത്തതിലേക്ക് പോകുന്നു. 2:14 ക്ഷതി എന്നാൽ എന്ത്, അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ ക്ഷതി എന്നാൽ ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഏതൊരു ഹാനിയെയും അർത്ഥമാക്കുന്നു. ക്ഷതി എന്നാൽ ശരീരത്തിന് മാത്രമല്ല മനസ്സിനെ ഏൽപ്പിക്കുന്നത് എന്താണ്? അത് ക്ഷതിയാണ്, ഇഞ്ചുറിയാണെന്ന് അറിയുക. 2:14 ഇനി 2:28 പറയുന്നു പബ്ലിക് സെർവന്റ് എന്നാൽ എന്ത്? ഒറ്റ സെന്റൻസിൽ ഞാൻ പറയാം. പബ്ലിക് സെർവന്റ് എന്നാൽ എന്ത്? എളുപ്പത്തിന് പറയാം നമുക്ക്. പബ്ലിക് സെർവന്റ് എന്നാൽ സർക്കാരിന്റെ ആനുകൂല്യം, സർക്കാരിന്റെ ശമ്പളം വാങ്ങി ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും പബ്ലിക് സെർവന്റ് എന്ന് പറയാം. ഉണ്ടോ? ഇനി താഴെ പറയുന്ന ആരൊക്കെ വരാം പബ്ലിക് സെർവന്റ് ആയിട്ട്? ഇന്ത്യയിലെ കരസേന, നാവികസേന, വ്യോമസേന, അതുപോലെ എന്തെങ്കിലും തനിച്ചോ അല്ലെങ്കിൽ ആളുകളുടെ ഏതെങ്കിലും നികായത്തിലോ ഒരു അംഗം എന്ന നിലയിലോ നിർണയം ചെയ്യുന്നതിലോ ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്ന ഏതൊരു ജഡ്ജിയും വരാം. അപ്പോൾ അടുത്തത് ഒരു ജഡ്ജി പബ്ലിക് സെർവന്റ് ആണ്. അതുപോലെ ഏതെങ്കിലും വിഷയത്തെ പറ്റി അന്വേഷിക്കുന്ന ആൾ എന്താണ്? പബ്ലിക് സെർവന്റ് ആണ്. അതുപോലെ ഗവൺമെന്റിന് വേണ്ടിയാണോ ഏതെങ്കിലും വസ്തു സൂക്ഷിക്കുന്നതോ സ്വീകരിക്കുകയോ അത് നോക്കി നടത്തുന്നതോ സർവേ ചെയ്യുന്നതോ ആയ വ്യക്തി, കോൺട്രാക്ട് ചെയ്യുന്ന വ്യക്തി ഒരു ഗവൺമെന്റ് സെർവന്റ് ആണ്. ഒരു ഗ്രാമത്തിന്റെയോ പട്ടണത്തിന്റെയോ ജില്ലയുടെയോ മതേതര പൊതു ആവശ്യത്തിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ വസ്തു എടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന വ്യക്തി ഒരു പബ്ലിക് സെർവന്റ് ആണ്. വേറെ ഒന്നുമല്ല, ഇത്രയും അറിയുക എന്നാണ്. ഗവൺമെന്റ് സേവനമായി ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് സർവീസിലോ ശമ്പളത്തിലോ ഇരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് കർത്തവ്യം നിർവഹിക്കുന്നതിന് ഫീസോ കമ്മീഷനോ വേതനമായി ഗവൺമെന്റിൽ നിന്ന് കൈപ്പറ്റുന്ന ഏതൊരാളും എന്താണ്? പബ്ലിക് സെർവന്റ്. മനസ്സിലാക്കുക. ഈ ഒരു സെന്റൻസ് ആണ്. ഗവൺമെന്റിന്റെ സർവീസിലോ ശമ്പളത്തിലോ ഇരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് കർത്തവ്യം നിർവഹിക്കുന്നതിന് ഫീസോ കമ്മീഷനോ വേതനമായി ഗവൺമെന്റിൽ നിന്ന് കൈപ്പറ്റുന്ന ഏതൊരാളും ആരാണ്? ഗവൺമെന്റ് സെർവന്റ് എന്നറിയുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ചാപ്റ്റർ 1 നന്നായിട്ട് പഠിച്ചു. ചാപ്റ്റർ 1